BHMS ബിരുദം നേടിയ ശേഷം എന്തൊക്കെ തൊഴിലവസരങ്ങളാണ് നമുക്ക് ഈ ബിരുദം മൂലം ലഭിക്കുന്നത് എന്നൊരു ചോദ്യം പലപ്പോഴും പലരും ഉന്നയിച്ച് കാണാറുണ്ട്. നമുക്കറിയാം, ഒരു ലൈഫ് സയൻസിലുള്ള ഒരു ഗ്രാജുവേഷൻ എന്ന നിലയിൽ IAS വരെ എഴുതാനുള്ള യോഗ്യതയാണ് BHMS. BHMS കഴിഞ്ഞിട്ട് IAS നേടിയ 3-4 ഡോക്ടർമാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് താനും. എന്നാലും BHMS കഴിഞ്ഞ ശേഷം പ്രധാനമായിട്ടും എല്ലാവരും ജോലിക്ക് ആശ്രയിക്കുന്നത് ഗവൺമെൻറ് സർവീസിലെ മെഡിക്കൽ ഓഫീസർ തസ്തികയാണ്. PSC മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് 3-4 വർഷം കൂടുമ്പോൾ അപേക്ഷ ക്ഷണിക്കുകയും അതിൽ നിന്ന് ലിസ്റ്റ് ഉണ്ടാക്കി ഒരു ലിസ്റ്റിൽ നിന്ന് ശരാശരി 150 പേർ വീതം 4-5 വർഷത്തിനിടയിൽ ഓരോ PSCയിൽ നിന്നും നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ഓഫീസർമാരായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് UPSC 3-4 വർഷങ്ങൾ കൂടുമ്പോൾ UPSC പരീക്ഷ നടത്തി മെഡിക്കൽ ഓഫീസർമാരായിട്ട് കേന്ദ്ര സർവീസിലേക്ക് ഇവിടെ നിന്ന് ധാരാളം പേർക്ക് ജോലി ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിൽ ഇപ്പോൾ ഏകദേശം 300ഓളം ഹോമിയോപ്പതി ഡോക്ടർമാർ എല്ലാ ജില്ലകളിലുമായിട്ട് ജോലി ചെയ്തു വരുന്നുണ്ട്. 450ഓളം നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ NHMൻ്റെ കീഴിൽ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലെ മെഡിക്കൽ ഓഫീസർമാരായിട്ട് ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഹോമിയോപ്പതി ബിരുദം മൂലം ജോലിക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു തസ്തിക ഫുഡ് ഇൻസ്പെക്ടർ കോഴ്സാണ്. ഫുഡ് ഇൻസ്പെക്ടർ കോഴ്സിലേക്ക് കഴിഞ്ഞ PSC നോട്ടിഫിക്കേഷൻ മുതൽ BHMS ഒരു അംഗീകൃത യോഗ്യതയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ PSCയിലേക്ക് ധാരാളം ഡോക്ടർമാർ BHMS ഡോക്ടർമാർ ഈ തസ്തികയിലേക്ക് PSC പരീക്ഷ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സ്വകാര്യ മേഖലകളിൽ പ്രധാനമായിട്ടും ഇൻഷുറൻസ് മേഖലയിൽ കഴിഞ്ഞ വർഷം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി കേരളത്തിലെ ഹോമിയോ ഡോക്ടർമാരെയും മറ്റ് മോഡേൺ മെഡിസിനുള്ള ഡോക്ടർമാരെയും എല്ലാം ചേർത്ത് മെഡിക്കൽ ഓഫീസർ എന്നൊരു തസ്തികയിൽ പരീക്ഷ നടത്തുകയും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള 2 ഡോക്ടർമാർക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ വളരെ ഉയർന്ന ശമ്പളത്തോടു കൂടി അവർക്ക് 2 പേർക്കും കേരളത്തിൽ എറണാകുളം ജില്ലയിൽ തന്നെ നിയമനം ലഭിക്കുകയും ചെയ്തു. കൂടാതെ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന TPAകളിൽ, അതായത് തേർഡ് പാർട്ടി അസസ്മെൻറ്റ് നടത്തുന്ന കമ്പനികളിൽ ഏകദേശം 100-100ലധികം ഡോക്ടർമാർ ഇപ്പോൾ ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് മേഖലയിലുള്ള അവരുടെ കേസ് പരിശോധിക്കുന്നതിന് വേണ്ടിയും അവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റിന് വേണ്ടിയുമുള്ള ഡോക്ടർമാരായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം ഹോമിയോപ്പതി ആശുപത്രികൾ കേരളത്തിൽ ഇപ്പോൾ പുതുതായി ആരംഭിച്ചു വരുന്നുണ്ട്. വലിയ അലോപ്പതി ആശുപത്രികളോട്, മോഡേൺ മെഡിസിൻ്റെ ഹോസ്പിറ്റലുകളോട് ചേർന്ന് തന്നെ പല സ്ഥലങ്ങളിലും ഹോമിയോ ഹോസ്പിറ്റലുകൾ ആരംഭിക്കുന്നുണ്ട്. അവിടെയുമൊക്കെ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഹോമിയോപ്പതി ബിരുദം കേരളത്തിലെ